മലപ്പുറവും കാൽപന്തും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. എന്ത് വിഷയവും ഈ ഫുട്ബോളുമായി ബന്ധപ്പെടുത്തി മലപ്പുറത്തിന് പറയാനാകും. അത്തരത്തിലൊരു കഥയാണ് ഈ സനദിന്റെ ഫുട്ബോൾ ബൂട്ടിന് പറയാനുള്ളത്. ഞാൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ചോദിച്ച പോലെ സനദിനോടും ചോദിച്ചു, സനദേ നീ ടോപ്പ്ലസ് വാങ്ങുകയാണെങ്കിൽ, ടോപ്പ്ലസ് എന്ന് പറഞ്ഞാൽ 100-ൽ 97 മാർക്ക് എല്ലാ സബ്ജക്റ്റിലും കിട്ടണം. ഈ 7 വിഷയത്തിലും 97 മുകളിലോ അല്ലെങ്കിൽ 97 മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എനിക്ക് എന്താ വാങ്ങി തരേണ്ടത്. ആ സമയത്ത് ഉടൻ സനദ് പറഞ്ഞു, ഉസ്താദ് എനിക്ക് ബൂട്ട് വാങ്ങിത്തരുമോ വെച്ചു. പിന്നീട് അവൻ്റെ അധ്വാനമായിരുന്നു. അവൻ്റെ ഉമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സദാസമയം വീട്ടിലിരുന്ന് പഠിക്കും. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ കുട്ടി ക്ലാസ്സിൽ ഏറ്റവും ടോപ്പറായി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ കുട്ടിയിൽ നിന്ന് അത്ഭുതം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ വാക്ക്, അതിന് ശേഷം ആ കുട്ടി എനിക്ക് വോയിസ് അയച്ചു, ഉസ്താദ് ഞങ്ങൾ ബൂട്ട് വാങ്ങിത്തരും എന്ന് പറഞ്ഞാണ്, അത് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് അനിസലി ഉണ്ട്, അവനെ വിളിച്ചുകൊണ്ട് നേരെ ബൂട്ട് വാങ്ങി കൊണ്ടുകൊടുത്തു. പഠനത്തിൽ മിടുക്കനായ സനദ് ഒന്ന് പിന്നോട്ട് പോയപ്പോഴാണ് ഉസ്താദ് റൌഫ് ആ ചോദ്യവുമായി എത്തിയത്. ടോപ്പ്ലസ് നേടിയാൽ എന്ത് വേണമെന്ന്, ഫുട്ബോൾ ബൂട്ട് നൽകുമോ എന്നായി സനദിന്റെ ചോദ്യം. ഉസ്താദ് വാക്ക് നൽകി. പിന്നാലെ ഫലം വന്നു. എല്ലാ വിഷയങ്ങളിലും 97% മാർക്കുമായി ടോപ്പ്ലസ് നേടി സനദിന്റെ ഫ്രീ കിക്ക്. തുള്ളിച്ചാടി വിജയം ആഘോഷിച്ച സനദിന് കാലിന് പരിക്കുപറ്റി. എന്നോട് പറഞ്ഞ് കളിച്ചോണ്ടനെ പഠിച്ചായിരുന്നു. അപ്പോൾ ഉസ്താദ് വെച്ച് ബൂട്ട് മേടിച്ചതായിരുന്നു. അപ്പം ഞാൻ ബൂട്ടിന് വേണ്ടി പഠിച്ച് ഇനി കളിക്ക് വേണോ പഠിക്ക് വേണോ എന്നിട്ട് ഇതേമാതിരിക്ക് തന്നെ മുമ്പേക്ക് പോകണം. കളിച്ചുകൊണ്ട് പ്രതിസന്ധികളെ ഡ്രിബിൾ ചെയ്ത് പഠിച്ചു മുന്നേറാനാണ് അധ്യാപകൻ റൌഫ് സനദിന് നൽകിയ സന്ദേശം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഫുട്ബോളിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അവൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അധ്യാപകന് ആ തരത്തിലൊരു ഇടപെടൽ നടത്താനും പഠിത്തത്തിൽ അവനെ ഒന്നുകൂടി മുന്നിലേക്ക് കൊണ്ടുവരാനും പറ്റിയത്. എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലൊക്കെ ഈ ബന്ധം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോന്നു വരട്ടെ. അരുൺ, ആ റിപ്പോർട്ടിലുടനീളം പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിലൊരു ഫുട്ബോൾ സ്റ്റോറിയാണ് ഈ സനദിൻ്റെയും മദ്രസ അധ്യാപകനായ റൌഫിൻ്റെയും കഥ. ഈ കുട്ടി നല്ല മികവുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താണ് പിന്നോട്ടേക്ക് പോയെന്ന് ഉള്ള ഒരു ചിന്തയാണ് ഈ കുട്ടിയെ നേരിട്ട് കണ്ടു അധ്യാപകൻ ചോദിക്കുകയാണ്, എന്താണ് വേണ്ടത്, ടോപ്പ് പ്ലസ് നേടുമോ? ടോപ്പ് പ്ലസ് എന്ന് പറഞ്ഞാൽ മദ്രസയിലെ മുഴുവൻ വിഷയങ്ങളിലും 97% മാർക്കോട് കൂടി പാസ്സാവണം. അപ്പോൾ കുട്ടി നിഷ്കളങ്കമായ ആഗ്രഹം പറഞ്ഞു, എനിക്കൊരു ബൂട്ട് വാങ്ങിത്തരുമോ അച്ഛയെന്ന് വെച്ചു. അപ്പോൾ ഉസ്താദ് ആ വാക്ക് അന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുട്ടി അതൊക്കെ മറന്നു, പരീക്ഷയിൽ ആ ഒരു വീര്യത്തോടെ തന്നെ പഠിച്ചു. പക്ഷേ ഈ ബൂട്ടിൻ്റെ കാര്യമൊന്നും കുട്ടി അപ്പം ഓർത്തിരുന്നില്ല. ഈ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് ഉസ്താദ് എത്തി ഈ ബൂട്ട് നൽകി. അപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പകരം വെക്കാനില്ലാത്ത, വയ്യാതെ കിടക്കുന്ന സമയമായിരുന്നു, കാല് പരിക്കൊക്കെ പറ്റിയിട്ട്. ആ സന്തോഷം ഇപ്പോഴും പറഞ്ഞറിയിക്കാനാണ്. അപ്പോൾ ഫുട്ബോൾ ആ പഠനത്തിൻ്റെയും എല്ലാ ജീവിതത്തിൻ്റെ തന്നെ ഒരു വിജയത്തിന് പിന്നിൽ ഉണ്ടായ ഒരു ലഹരിയായി തന്നെ ഈ സനദിനും ഒപ്പം തന്നെ മലപ്പുറത്തുകാർക്ക് എത്രത്തോളം ജീവവായുവാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ കുരുന്നു പ്രായത്തിലും ഫുട്ബോൾ അവനിൽ അത്രത്തോളം കടന്നു കൂടിയിട്ടുണ്ട്, അവനിൽ അത്രത്തോളം ഫുട്ബോൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ബൂട്ടിന് വേണ്ടി അത്രയും ശ്രമിച്ചത്.